ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് പക്വടയാണ്. ഒരു 300 ഗ്രാംസ് മൈദയും കടലപ്പൊടിയും വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്വട. അപ്പോൾ ഇതാ 200 ഗ്രാംസ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 100 ഗ്രാംസോളം കടലപ്പൊടി നമുക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ. ടോട്ടൽ 300 ഗ്രാംസ് ഇട്ടിട്ട് വൈകുന്നേരം ചായക്കടിക്ക് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഞാൻ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ 2 സവോളയാണ്. ഒരു 4-5 പച്ചമുളക്, ചെറിയ പച്ചമുളകായതുകൊണ്ട് 4-5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഗരം മസാലയും വലിയ ജീരകവും കൂടി ചേർക്കാൻ പറ്റും. ഞാൻ വലിയ ജീരകത്തിൻ്റെ ചൊയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ മുയ്യനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. എന്താ സവോള നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ അര ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, അര ടീസ്പൂൺ വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ജാസ്തി ഒഴിക്കേണ്ടത് ആവശ്യമില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഫുള്ളായിട്ട് ലൂസായിട്ട് പോകും. അപ്പോൾ ഇതാ ഇതുപോലെ ടൈറ്റായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ സവോളൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു ലൂസായി വന്നിട്ടുണ്ട്. നമ്മളിനി തവയിലേക്ക് ഒരു 1/4 ലിറ്ററോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാൻ പറ്റും. ഞാൻ സൺപ്യൂർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 1/4 ലിറ്ററോളം സൺപ്യൂർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ തീയിലോട്ടേക്ക് മാറ്റാം. വലിയ തീയിൽ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയതാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ട് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല കറുമുറാന്നുണ്ടാവും. നിങ്ങൾക്ക് എത്ര റോസ്റ്റ് വേണോ അത്ര റോസ്റ്റാക്കി എടുക്കാൻ പറ്റും. ചെറിയ തീയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. വലിയ തീയിലായാലും ഉള്ളു പോവില്ല. അപ്പോൾ ഇതുപോലെ ചെറുങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 4 മണി ചായക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്നായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.